ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൻ വേളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി കറിയായാല് തക്കാളി കറി. ഒരു അരമുറി നാളികേരം, ഒരു 10 കശുവണ്ടി പരിപ്പ്, 1 ടീസ്പൂണ് പെരിഞ്ജീരകം, 1 ടീസ്പൂണ് ജീരകം അടിച്ചെടുക്കുക. അതിലേക്ക് 4 വലിയ തക്കാളിയും കൂടിയും ചേർത്ത് നന്നായി അരച്ച് പേസ്റ്റ് ആക്കുക. ഒരു കുക്കറിലോട്ട് 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട, പെരിഞ്ജീരകം. ഇനി 20 മുതൽ 30 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് അല്ലെങ്കിൽ നന്നായി ചതച്ചെടുത്താലും മതി. ഒരു 15 വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും കൂടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. സൈഡിലൊക്കെ എണ്ണയൊക്കെ വിട്ടു വരുന്ന ടൈം ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുളമ്പ് പൗഡർ. കുളമ്പ് മുളകാപ്പൊടിയുടെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും നോക്കുക. ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് കുക്കർ മൂടി വെച്ച് 4 മുതൽ 5 വിസിൽ വരെ വെക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ തക്കാളിക്കറി പെട്ടെന്ന് തന്നെ റെഡിയായി. വീട്ടിൽ വെജിറ്റബിൾസ് കഷ്ണങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കറി ഉണ്ടാക്കിയാൽ മതി. ചോറിന്, ദോശയ്ക്ക്, ഇഡ്ലിക്ക്, ചപ്പാത്തിക്ക് എല്ലാത്തിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കറിയാണ്. അപ്പൊ എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് ആദിലക്ഷ്മി കിച്ചൻ വേണ്ടി കമന്റ്സ് അറിയിക്കുക. എല്ലാവരോടും സപ്പോർട്ട് ചെയ്യാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ ഫ്രണ്ട്സ്.